ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മത്സരം നമ്മുടെ RCB വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രിക്സ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാച്ച് നമ്പർ 14th ആണ്. അപ്പോൾ മത്സരം നടക്കുന്നത് 2-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സോ ഇരു ടീമുകളും നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരം ചിന്നസ്വാമി, അതായത് നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. പിച്ചിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഫാസ്റ്റ് ബോളേഴ്സിന് എക്സ്ട്രാക്ട് മൂവ്മെൻറ്റ് എയർലി ഡ്യൂ ടു ഗുഡ് ബൗൺസ്, ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ബൗണ്ടറീസ് ആണ്. ഈസി ടു ഹൈ സ്കോറിംഗ് മാച്ചസ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഇവിടെ റോൾസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിച്ച് സ്ലോ ഡൗൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് ഇന്നിങ്സ് ആയാലും സെക്കൻഡ് ഇന്നിങ്സ് ആയാലും മിഡിൽ പോർഷൻസിൽ തീർച്ചയായിട്ടും സ്പിന്നേഴ്സിന് വിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബാറ്റിങ്ങിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ RCBയുടെ നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയം. ഈ ഒരു സ്റ്റേഡിയത്തിലത്തെ കുറച്ച് റെക്കോർഡ്സൊക്കെ പറയാം. റീസെൻ്റ്ലി നടന്ന 162 മത്സരങ്ങളിൽ ആവറേജ് സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത് 175 റൺസ് എങ്കിലും മിനിമം ആവറേജ് അടിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് 73 ടീംസ് പ്രാവശ്യവും, അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് 87 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് ടീംസാണ് വിൻ ചെയ്യാറുള്ളത്. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇതിനേപോലെ തന്നെ റൺസിൻ്റെ സ്കോറിംഗ് പാറ്റേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 150 റൺസിന് മുകളിൽ ഏകദേശം 49 മത്സരങ്ങൾ, 150 to 169 ആ ഒരു റേഞ്ചിലാണെങ്കിൽ 35 മത്സരങ്ങൾ, 170 to 189 വരെ 33 മത്സരങ്ങളും, അതുപോലെ തന്നെ 190 മുകളിൽ 44 മത്സരങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു IPL സീസണിൽ ഈ ഒരു സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഫാസ്റ്റ് ബോളേഴ്സാണ്. കാരണം 488 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 229 വിക്കറ്റ് മാത്രമേ സ്പിന്നേഴ്സ് എടുത്തുള്ളൂ. കൂടുതൽ അഡ്വാൻറ്റേജ് ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. നമ്മുടെ GTയും RCBയും തമ്മിൽ ഏകദേശം 5 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ ഒരു 5 മത്സരങ്ങളിൽ 3 പ്രാവശ്യം RCB, 2 പ്രാവശ്യം GTയാണ് വിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ RCBയിലെ പ്രോബബ്ലി 11 നോക്കുന്നതിന് മുന്നേ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഞാൻ 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ നിന്നൊരു ലോസും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയറിനെ പിക്ക് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല എമൗണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആകെ 47 രൂപയാണ്. ബാക്കിയൊക്കെ എനിക്ക് ചെറിയ ചെറിയ എമൗണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റി. 25 രൂപ കൊടുത്തിട്ട് എനിക്ക് 100 രൂപയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇന്നത്തെ മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ചിൻ്റെ ഇവിടെ ഡ്യുവോ ഓപ്ഷൻ കാണാൻ പറ്റും. 5 പ്ലെയേഴ്സ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ശ്രേയസ് അയ്യറാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആരാ തോന്നുന്നത് വെച്ചാൽ അവരുമായിട്ട് മുന്നോട്ട് പോകാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമ്മളൊരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിന്നായി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെറ്റ് ഉണ്ടാകും. ഓരോ സെറ്റിൽ നിന്ന് ഓരോ ആൾക്കാരെ വെച്ച് എടുക്കാം. ഇപ്പോൾ ഈ ഒരു സെറ്റിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് നിക്കോളസ് പൂറിനെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ബൗളിംഗ് സെറ്റിൽ നിന്ന് ഒരാളെ കൂടെ എടുക്കണം. അത് ആരാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ചഹാലിനെ എടുക്കുന്നത്, കാരണം നന്നായി കളിച്ച് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറാണ്. സോ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഈ ഡ്യുവോയും കളിച്ച് തിന്നാൻ പറ്റും. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ ക്യാഷ് ബോണസും കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് സ്പോർട്രസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലും ഈ ഒരു സെയിം ഫീച്ചർ ഉണ്ട്. എനിക്ക് നമ്മുടെ
കുബേര പോലെ തന്നെ ഇതും നല്ലൊരു രീതിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ന് മനസ്സിലായി. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പ്രോഫിറ്റാണ് ഞാനിവിടെ ഏൺ ചെയ്തത്. ഇത് ആരെയൊക്കെ പിക്ക് ചെയ്യണം, ഇതും അതേപോലെ തന്നെയാണ്. 5 പ്ലെയേഴ്സ് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്യുക. ഒരു സെയിം സംഭവം തന്നെയാണ്. എനിക്ക് കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റീസെൻറ്റ് ടൈമിലാണ് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഇപ്പോൾ കളിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. നിങ്ങൾക്ക് എന്താ ഇതുപോലെ മാച്ചിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ മുകളിൽ പോപ്പുന്നുണ്ടാവും. ഈ ഒരു പോപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പോപ്പ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. 6 പ്ലെയേഴ്സ് ഉണ്ട്, നന്നായി പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരായിട്ട് മുന്നോട്ട് പോകും. അത് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇതാ ചൂസ് ചെയ്യാം കേട്ടോ. 4 രൂപയ്ക്കൊക്കെ ഇവിടെ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ക്യാഷ് ബോണസ് കിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുബേര ആണെങ്കിലും സ്പോർട്സി ആണെങ്കിലും അതുപോലെ തന്നെ ചോയ്സ് 11 ആണെങ്കിലും. കാരണം ഇന്നലെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനും കളിച്ച് നോക്കി. സിമ്പിളായിട്ട് ഈ ഒരു പോപ്പ് ഓപ്ഷനിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടില്ലേ, ഞാൻ 61 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 100 രൂപ കിട്ടി, 39 രൂപ പ്രോഫിറ്റ്. 3 പേര് കളിക്കേണ്ടതാണ്, അതിലൊരാളെ കയറിയുള്ളൂ. അതുകൊണ്ട് മാത്രം ഇത്രയും കുറവ് പൈസ കിട്ടിയത്. സോ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിലും കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ആരാണോ നന്നായി പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള അവരെ പിക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. 33 രൂപ തൊട്ട് കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പോർട്സിലും കുബേരയിലൊക്കെ 4 രൂപ തൊട്ട് കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈ മാസ്റ്റർ 11 1 രൂപയ്ക്ക് കോൺടെസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 1 രൂപ കൊടുത്ത് തന്നെ 47 രൂപ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനത്തെ കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതുകൂടാതെ 1 lakh rupees ഗീവേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെയിലി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, 1 രൂപ കൊടുക്കണം. നിങ്ങൾ ജോയിൻ ചെയ്ത് ഫസ്റ്റ് വന്നതിന് 20,000 രൂപ, സെക്കൻഡ് വന്നാൽ 10,000, തേർഡ് വന്നാൽ 5,000, അങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് ഉള്ളത്. സോ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടിയാണ്. TDS GST കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു XL11 ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രീം 11നെക്കാട്ടിലും ഈ ഭയങ്കര സൂപ്പറായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതിൽ കോൺടെസ്റ്റുകളുടെ എൻട്രി ഫീസൊക്കെ വളരെ കുറവാണ് കേട്ടോ. പിന്നെ വിഷൻ 11 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ആപ്ലിക്കേഷനിലൊന്നാണ്. അതുപോലെ തന്നെ 1 lakh rupees ഫ്രീ ഗീവ് നമ്മുടെ വിഷൻ 11 ആപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം മാക്സിമം പ്രോഫിറ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും എനിക്ക് കിട്ടിയിട്ടുള്ളതും. സോ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഇരു ടീമുകളിലെയും പ്ലേയിങ് 11 അവരുടെ H2 സ്റ്റാറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ RCBത്തെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ആണ് പറയുന്നത്. വിരാട് കോഹ്ലി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിച്ചിലുള്ള ആവറേജ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40 റൺസോളം വരും. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് GT ആയിട്ടും അദ്ദേഹത്തിന് ഒരു 114 റൺസിൻ്റെ ആവറേജ് സ്കോർ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ട് ആണെങ്കിലും ഈ ഒരു വെന്യൂവിൽ അദ്ദേഹത്തിന് 30 റൺസ് ആവറേജ് ആണുള്ളത്. അതുപോലെ തന്നെ ദേവൂഡ് പടിക്കൽ 2 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുള്ള 58 റൺസ് ആവറേജ് ഉണ്ട്. എഗെയിൻസ്റ്റ് GT ആയിട്ട് അദ്ദേഹത്തിന് 6 ഇന്നിങ്സ് കളിച്ച് 75 റൺസിൻ്റെ ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ രാജിത് പടിദാർ ആണെങ്കിലും അദ്ദേഹത്തിനാണെങ്കിൽ 7 ഇന്നിങ്സ് കളിച്ച് ഈ ഒരു വെന്യൂവിൽ 155 റൺസ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് GT ആയിട്ട് 2 മത്സരം കളിച്ച് 54 റൺസ് കൊടുത്തിട്ടുണ്ട്. ജിതീഷ് ശർമ്മയാണെങ്കിലും ജിതീഷ് ശർമ്മ ഒരു മത്സരം കളിച്ച് 27 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് GT ആയി കളിച്ച് 77 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ലിയാൻ ലിവിങ്സ്റ്റൺ ആണെങ്കിലും ഈ ഒരു പിച്ചിൽ 2 മത്സരം മാത്രമേ കളിച്ചുള്ളൂ, 28 റൺസ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 3 ഇന്നിങ്സ് അദ്ദേഹം എഗെയിൻസ്റ്റ് GT ആയി കളിച്ച് 50 റൺസ് പെർ മാച്ച് ആവറേജും ഉണ്ട്. 3 വിക്കറ്റും എടുത്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് GT ആയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ടിം ഡേവിഡ് ആണെങ്കിലും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള 4 റൺസാണ് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എഗെയിൻസ്റ്റ് GT ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 62 റൺസിൻ്റെ ആവറേജ് സ്കോർ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ക്രിണോൾ പാണ്ഡ്യ ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 7 മത്സരം കളിച്ച് 106 റൺസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 2 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ GT ആണെങ്കിലും 5 മത്സരം GTക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 5 മത്സരം കളിച്ച് 51 റൺസും 6 വിക്കറ്റും നമ്മുടെ ക്രിണോൾ പാണ്ഡ്യ എടുത്തിട്ടുണ്ട്. ഭുവനേശ്വർ കുമാർ ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 9 ഇന്നിങ്സ് കളിച്ച് 9 വിക്കറ്റും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് GT ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റും എടുത്തിട്ടുണ്ട്. മസ്റ്റ് പിക്കാണ്. അതുപോലെ തന്നെ ഹേസൽവുഡ് ആണെങ്കിലും 2 മത്സരം കളിച്ച് 2 വിക്കറ്റാണ് എഗെയിൻസ്റ്റ് GT ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുയാഷ് ശർമ്മയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു വെന്യൂവിൽ 1 മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് GT ആയിട്ട് 2 മത്സരം കളിച്ച് 1 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ യാഷ് ഡയാൽ ആണെങ്കിലും 8 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് അദ്ദേഹം 11 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ എഗെയിൻസ്റ്റ് GT ആയിട്ട് 2 മത്സരം കളിച്ച് 2 വിക്കറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ GT പ്ലെയേഴ്സിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ശുഭ്മാൻ ഗില്ലാണ്. പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു പിച്ചിൽ അദ്ദേഹം 114 റൺസാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് 114 തന്നെയാണ്. അതുപോലെ തന്നെ
എഗെയിൻസ്റ്റ് RCB ആയിട്ട് 13 ഇന്നിങ്സ് കളിച്ച് 304 റൺസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം 30 റൺസോളം ആവറേജ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ സായ് സുദർശൻ ആണെങ്കിലും എഗെയിൻസ്റ്റ് RCB ആയിട്ട് 3 മത്സരം കളിച്ച് 110 റൺസ് എടുത്ത് 55 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. ജോസ് ബട്ട്ലർ ആണെങ്കിലും അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് RCB ആയിട്ട് 15 ഇന്നിങ്സ് കളിച്ചിട്ട് 512 റൺസ് എടുത്തിട്ടുണ്ട്. 46 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ. അതുപോലെ തന്നെ റൂദർഫോർഡ് ആണെങ്കിലും അദ്ദേഹം ഒരു മത്സരമാണ് എഗെയിൻസ്റ്റ് RCB കളിച്ച് 28 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് RCB ആയിട്ട് 6 മത്സരം കളിച്ച് 142, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ തന്നെയാണ്. രാഹുൽ തിവാട്ടിയ 10 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് RCB കളിച്ച് 183 റൺസും 2 വിക്കറ്റുമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. റാഷിദ് ഖാൻ എഗെയിൻസ്റ്റ് RCB ആയിട്ട് 15 ഇന്നിങ്സ് കളിച്ച് 69 റൺസും 15 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. കാസിയർ റബാഡ 8 ഇന്നിങ്സാണ് എഗെയിൻസ്റ്റ് RCB കളിച്ച് 18 വിക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. മസ്പിക്കാണ്. അതുപോലെ തന്നെ സിരാജ്, അദ്ദേഹമാണെങ്കിൽ 21 മത്സരം ഈ ഒരു പിച്ചിൽ കളിച്ച് 26 വിക്കറ്റും എടുത്തിട്ടുണ്ട്. മസ്റ്റ് പിക്കാട്ടോ. പ്രസിദ്ധ് കൃഷ്ണ 9 മത്സരം കളിച്ചിട്ടുണ്ട് ഈ ഒരു എഗെയിൻസ്റ്റ് RCB ആയിട്ട് 8 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ഇഷാന്ത് ശർമ്മയാണെങ്കിലും 10 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് എഗെയിൻസ്റ്റ് RCB ആയിട്ട് 12 വിക്കറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ വിക്കറ്റ് ടേക്കിങ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ കുബേര ഫാൻറ്റസിയാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ മാച്ച് എടുക്കാം. ബാംഗ്ലൂരു വേഴ്സസ് ഗുജറാത്ത് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു ടീമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ബാറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബട്ട്ലർ ഉണ്ട്, ഫിലിപ്പ് സാൾട്ട് ഉണ്ട്, 2 പേരെയും മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. സായ് സുദർശൻ, പടിദാർ, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ 4 പേരും മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് സ്കോർ ഉണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് ടേക്കിങ്ങിലാണെങ്കിലും അദ്ദേഹം ടോപ്പിൽ തന്നെയാണ്. മുഹമ്മദ് സിരാജ്, ഹെയ്സൽവുഡ് 2 പേരെ ഇൻക്ലൂഡ് ചെയ്യുക. റബാഡയ്ക്ക് നല്ല റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ റാഷിദ് ഖാൻ ഒരുപാട് പേര് മിസ്സാക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും, അദ്ദേഹത്തെ ടീമിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏകദേശം ഒരു പ്രിവ്യൂ ടീം ഇവിടെ സെറ്റായിട്ടാണ്. ഇനി ക്യാപ്റ്റൻ VC ഓപ്ഷൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് കുറച്ച് കൊടുക്കാൻ ഭയങ്കര റിസ്ക്കി ആയിരിക്കും, കാരണം ആര് നന്നായി കളിക്കുന്നുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ക്യാപ്റ്റൻസി നമ്മുടെ വിരാട് കോഹ്ലിയും വൈസ് ക്യാപ്റ്റൻസി നമ്മുടെ ജോസ് ബട്ട്ലറിനെയാണ് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസും അതുപോലെ തന്നെ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ ആയതുകൊണ്ട് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ബട്ട്ലർ, അതുപോലെ ഫിലിപ്പ് സാൾട്ട്, വിരാട് കോഹ്ലി, അതുപോലെ തന്നെ പടിദാർ, ഗില്ല്, സായ് സുദർശൻ, കൃണാൽ പാണ്ഡ്യ, ജെയ്സ്, ഹെയ്സൽവുഡ്, റാഷിദ് ഖാൻ, റബാഡ, മുഹമ്മദ് സിരാജ്, ഇത്രയും പേരെ നമ്മുടെ ടീമുള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.